അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിക്റ് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. ഒരു ദുആ പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. കുറേ പേരെന്നോട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇത്താത്ത എത്ര പ്രാർത്ഥിച്ചിട്ടും ദുആ ചെയ്തിട്ടും ഖുർആൻ ഓതിയിട്ടൊന്നും നമ്മൾ ദുആ സ്വീകരിക്കുന്നില്ല. അങ്ങനെ പലേ കംപ്ലൈൻറ്റും വിഷമവും ഒക്കെ പറയുന്നവരുണ്ട്. അവരെ കമൻറ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമവും സങ്കടമൊക്കെ തോന്നാറുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് പറ്റുന്നിടത്തോളം ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഞാൻ ദുആയിൽ ഉൾപ്പെടുത്താം. ഒരു പ്രയാസം കഴിയുമ്പോൾ മറ്റൊരു പ്രയാസം വരുന്നു. പ്രയാസങ്ങളിൽപ്പെട്ട് എടങ്ങേറായി പോകുന്നു. പ്രശ്നങ്ങളിൽ പെട്ടിട്ട് വീണ് കിടക്കുകയാണ്. ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോഴേക്കും മറ്റൊരു പ്രശ്നം വരുന്നു. ഒരു അസുഖത്തിനുള്ള മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ വേറൊരു അസുഖം കൂടെ വരുന്നു. ജീവിതത്തിൽ സമാധാനവും സന്തോഷമുള്ള ഒരു സമയം, ഒരു ദിവസങ്ങൾ പോലുമില്ല. സമാധാനത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾ പോലും ലഭിക്കുന്നില്ല. പ്രശ്നങ്ങളുടെ പരീക്ഷണങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും എന്നോട് പലവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ദുആ ശരിയായ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ദുആ ഓർമ്മയിൽ വെക്കുക. സുബ്ഹിൻ്റെ സമയത്തും മഗ്‌രിബിൻ്റെ സമയത്തും ഒരു വട്ടമോ അല്ലെങ്കിൽ 3 വട്ടമോ ചൊല്ലുക. ഒരു വട്ടം ചൊല്ലിയാലും മതിയാവുന്നതാണ്. ഈ ദുആ അത്രക്കും പ്രാധാന്യമുള്ളതാണ്. ഈ ദുആ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി ഈ ദുആ സുബ്ഹിക്കോ അല്ലെങ്കിൽ മഗ്‌രിബിനോ ചൊല്ലിക്കഴിഞ്ഞാൽ സുബ്ഹിക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ സുബ്ഹി മുതൽ മഗ്‌രിബ് വരെയും മഗ്‌രിബിന് ചൊല്ലിക്കഴിഞ്ഞാൽ മഗ്‌രിബ് മുതൽ പിറ്റേന്ന് സുബ്ഹി വരെയും യാതൊരു പ്രയാസവും യാതൊരു ബുദ്ധിമുട്ടും യാതൊരു ഇടങ്ങേറും യാതൊരു ഷർറോ സിഹറോ കണ്ണേറോ ഒന്നും ആ ചൊല്ലിയ ആൾക്ക് ഉണ്ടാവില്ല എന്ന് മുത്തുനബിയാണ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്കും വലിയൊരു പ്രാധാന്യമുള്ള ഒരു ദുആ ആണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു മുസീബത്തും നമുക്ക് ഉണ്ടാവില്ല. പടച്ച തമ്പുരാൻ നമുക്ക് ഒരു മുസീബത്തും ഇല്ലാതിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുത്ത് റസൂലാണ് നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ദുആ ഏതാണെന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ദ്വാരക്കുക. നിങ്ങളിപ്പോൾ ഞാൻ പറയുമ്പോൾ കൂടെ തന്നെ സ്ക്രീനിൽ ഒരു വട്ടം ചൊല്ലിക്കോ. അതിൻ്റെ മീനിങ്ങും നിങ്ങൾ വായിച്ചോ. അതിനുശേഷം നിങ്ങൾ എല്ലാ സുബ്ഹിക്കും പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം, അല്ല നിസ്കാരമില്ലാത്ത സമയത്തും നിങ്ങൾക്കിത് ചൊല്ലാം. ഖുർആൻ രീതിയിലല്ലല്ലോ ഓതുന്നത്. ഒരു ദിക്റ് രീതിയിൽ ദുആ രീതിയിൽ നമുക്കിത് ചൊല്ലാം. മഗ്‌രിബിനും അതുപോലെ തന്നെ ചൊല്ലാം. അത് പറഞ്ഞുതരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم أنت ربي لا إله إلا أنت عليك توكلت وأنت رب العرش الكريم ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أخذ بناصيتها إن ربي على صراط مستقيم. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? അർത്ഥം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അത് അർത്ഥം കൂടി ചൊല്ലുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ആത്മാർത്ഥത കിട്ടും. അള്ളാഹുവേ, നീ എൻ്റെ റബ്ബാണ്. നിന്നെയല്ലാതെ ആരാധനയ്ക്ക് അർഹനായ ആരുമില്ല. ഞാൻ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു. നീ മഹത്തായ അർഷിൻ്റെ സിംഹാസനത്തിൻ്റെ റബ്ബാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിക്കുന്നു, അവൻ ഉദ്ദേശിക്കാത്തത് സംഭവിക്കുന്നില്ല. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്നും അള്ളാഹു തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളതുകൊണ്ട് എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹുവേ, എൻ്റെ നഫ്സിൻ്റെ എൻ്റെ ദേഹത്തിൻ്റെ തിന്മയിൽ നിന്നും നീ നീ നിയന്ത്രിക്കുന്ന എല്ലാ ജീവികളുടെയും തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു തമ്പുരാനെ. തീർച്ചയായും എൻ്റെ റബ്ബ് നേരായ പാതയിലാണ്. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക? സുബ്ഹിക്കും മഗ്‌രിബിനും ഓരോ വട്ടം ഇത് ചൊല്ലുക. ഓക്കെ. അപ്പോൾ മുസീബത്തുകളിൽ നിന്ന് മുസീബത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിഹാരവും കാണാൻ പറ്റുന്നില്ല. പലതരത്തിലുള്ള മന്ത്രിച്ച ചരടുകളും മറ്റുമൊക്കെ ജീവിതകാലം മുഴുവൻ കെട്ടേണ്ടതായിട്ട് വരുന്ന ഒരു പരിഹാരവുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക? ഈ ദുആ അങ്ങോട്ട് ചൊല്ലിക്കോളി. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കലിമയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കലിമ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ട് ഈ ദുനിയാവിൽ മറ്റൊരു പ്രാർത്ഥന ഇല്ല എന്ന് തന്നെ വേണം പറയാൻ, അല്ലേ?
മുത്തുനബി നമ്മോട് പറഞ്ഞതാണ്, അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കും. തീർച്ചയായും നിങ്ങളിത് ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ, പ്രയാസപ്പെടുന്നവർക്ക് നമ്മളിതൊന്ന് അയച്ചു കൊടുത്ത് അവർക്ക് അതിൽ നിന്നും എന്തെങ്കിലും സമാധാനം കിട്ടിയാൽ അതിൻ്റെ നന്മയും കൂലിയും ബർക്കത്തും എല്ലാം നിങ്ങൾക്കും കൂടെ വിനീതയായി എനിക്കും ലഭിക്കും. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നൊരു കമൻറ്റ് ചെയ്യാൻ, ഇത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ ദുആയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.